Dear students, you are welcome to Computer Accounting tutorial. In the last class, we have learned about some logical functions, if, and, or. Today we are going to study the mathematical functions. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഏതാനും നമ്പേഴ്സിൻ്റെ ടോട്ടൽ കാണുന്നതിനാണ് നമ്മൾ സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സം ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഈസ് ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ നമ്പർ 1, നമ്പർ 2 കോമ ആയിട്ട് നമ്പേഴ്സ് കൊടുത്താൽ മതി. സം ഈസ് ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ നമ്പേഴ്സ് കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫങ്ഷൻസിൻ്റെ ഒരു ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഈ ഫങ്ഷൻസിൽ ഉപയോഗിക്കില്ല. ഓക്കെ, വി വിൽ സെപ്പറേറ്റ് ബൈ കോമാസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, ഏതാനും ചില നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ നമ്പേഴ്സിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. ഓക്കെ, let's find the sum of these numbers using sum function is equal to sum ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് പല രീതിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. സെലക്ട് സെൽ റെഫറൻസ് കോമ ഇടുക, കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സെൽ റെഫറൻസസ് കൊടുത്ത് ടോട്ടൽ ചെയ്യാം. ഇത് ആണ് ഒരു വഴി. ജസ്റ്റ് പ്രസ് എൻ്റർ കീ, നമുക്കതിൻ്റെ ടോട്ടൽ കിട്ടി. ഇനി വേറെ ഫോർമുല ഇവിടെ ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് ലൈനിൽ ഫോർമുല നിങ്ങൾക്ക് കാണാം. ഈസിക്കൽ ടു സം ബ്രാക്കറ്റിൽ A7, A8, A9, A10 ലൈക്ക് ദാറ്റ് വി ഹാവ് എൻറ്റർഡ് ദി ഫോർമുല. നമുക്ക് ആ നമ്പേഴ്സ് തന്നെയും കൊടുക്കാം. ഈസിക്കൽ ടു സം ബ്രാക്കറ്റിൽ 100, 199 ലൈക്ക് ദാറ്റ് കോമ ആയിട്ട് എല്ലാ നമ്പേഴ്സും കൊടുത്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, രണ്ടെണ്ണം മാത്രം കൊടുത്ത് കാണിക്കുന്നു. മറ്റൊന്ന് ഈസ് ഈക്വൽ ടു സം ബ്രാക്കറ്റിൽ റേഞ്ച് സെലക്ട് ചെയ്യുക. ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്യുക. A7, A13 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, റേഞ്ച് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈസ് ഈക്വൽ ടു there is a negative sign here. ഓക്കെ, സോ ഇവിടെ നമുക്ക് സം കിട്ടും. അപ്പോൾ ഒന്നുകിൽ സെല്ലുകൾ ഇൻഡിവിജ്വലി കോമ സെപ്പറേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് എളുപ്പമുള്ളതാണ് റേഞ്ച് കൊടുക്കുന്നതാണ് എളുപ്പമുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് റേഞ്ച് കൂടാതെ ഇവിടെ കോമ ഇടാം, കോമ ആയിട്ട് മറ്റൊരു സെല്ല് കൊടുക്കാം, മറ്റൊരു റേഞ്ച് കൊടുക്കാം. ഓക്കെ, വേറെ നമ്പേഴ്സ് കൊടുക്കാം. ഏത് കോമ്പിനേഷനിലും നമുക്ക് കൊടുത്താലും നമുക്ക് സം കിട്ടും. ഓക്കെ, സോ ദിസ് സം ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ആഡിങ് ദ നമ്പേഴ്സ്. രണ്ടാമത്തെ ഫംഗ്ഷനാണ് സം ഈഫ്. സം ഈഫ് ഉപയോഗിക്കുന്നത് നമ്മൾ ചില കണ്ടീഷൻസ്, നമ്മൾ ചില ക്രൈറ്റീരിയാസ് വയ്ക്കുന്നു. ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾ ആഡ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ABCDAEBD, അതിൽ എയുടെ സം കാണണം, എയുടെ മാത്രം ടോട്ടൽ കാണണം. അല്ലെങ്കിൽ ഇതിൽ 1000-ന് മുകളിലുള്ള നമ്പേഴ്സിൻ്റെ മാത്രം ടോട്ടൽ കാണണം. ഓക്കെ, ഇപ്പോൾ സെയിൽസിൻ്റെ ഫിഗർ ആണെങ്കിൽ ജനുവരി മാസത്തിലെ മാത്രം സെയിൽസ് ഒന്ന് ആഡ് ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വെച്ച് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ വെച്ച് ടോട്ടൽ കാണാനാണ് സം ഈഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് ശ്രദ്ധിക്കുക. നമുക്ക് സം വളരെ എളുപ്പമായിരുന്നു സിൻടാക്സ്. സം ഈഫ് സിൻടാക്സ് നോക്കുക. ഈസ് ഈക്വൽ ടു സം ഈഫ് ബ്രാക്കറ്റിൽ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കുന്ന റേഞ്ചാണ്. ഇവിടെ നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കേണ്ട റേഞ്ചാണിത്. കോമ ഇൻവേർട്ടഡ് കോമായി ക്രൈറ്റീരിയ കൊടുക്കുക. ക്രൈറ്റീരിയ ഇപ്പോഴും ഇൻവേർട്ടഡ് കോമായി കൊടുക്കണം. ഓക്കെ, കോമ സം റേഞ്ച്. ഓക്കെ, ഒന്നുകൂടി 3 കോമ്പണൻസ് പറയാം. റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ക്രൈറ്റീരിയ കൊടുക്കുന്നത് റേഞ്ചാണ്. ഇവിടെ ABCD എന്ന ക്രൈറ്റീരിയ ആണ് നമുക്ക് കൊടുക്കുന്നത്. അതിൽ A എന്ന വ്യക്തിയുടെ ടോട്ടലാണ് കാണേണ്ടതെങ്കിൽ ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയയുടെ കോളം.
അപ്പോൾ ഈ ക്രൈറ്റീരിയ റേഞ്ചാണ് കൊടുക്കേണ്ടത്. അതായത് A17 മുതൽ A24 വരെയാണ് ക്രൈറ്റീരിയ ഉള്ളത്. ആ റേഞ്ചാണ് ഇവിടെ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ക്രൈറ്റീരിയ നമ്മൾ ഏതാണോ കൊടുക്കുന്നത് ആ റേഞ്ചാണ്. ഇനി 1000-ന് മുകളിലുള്ള നമ്പേഴ്സിൻ്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതാണ് നമ്മുടെ ക്രൈറ്റീരിയ. 1000-ന് മുകളിലാണോ? അപ്പോൾ ക്രൈറ്റീരിയ കൊടുക്കേണ്ടത് ഏതാണ്? B17 മുതൽ B24 വരെയാണ്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ ഭാഗം ക്രൈറ്റീരിയ ആണ്. ക്രൈറ്റീരിയ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കണം. ഇൻവേർട്ടഡ് കോമയിൽ A അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോമയിൽ ഗ്രേറ്റർ ദാൻ 1000 കോമ എഴുതുക. സം റേഞ്ച്. ഈ സം റേഞ്ച് ഇപ്പോൾ നമ്മൾ എയുടെ ടോട്ടലാണ് കാണേണ്ടതെങ്കിൽ സം റേഞ്ച് കൊടുക്കേണ്ടത് ഈ നമ്പേഴ്സിൻ്റെ റേഞ്ചാണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി 1000 എബോവ് ഉള്ള നമ്പേഴ്സിൻ്റെ ടോട്ടലാണ് കാണേണ്ടതെങ്കിൽ നമ്മുടെ ക്രൈറ്റീരിയ റേഞ്ച് ഇതാണ്, സം റേഞ്ചും ഇത് തന്നെയാണ്. ഓക്കെ, സെയിം ആണ്. സം റേഞ്ചും ഇത് തന്നെയാണ്. ഏത് കോളമാണോ ആഡ് ചെയ്യേണ്ടത് അതാണ് സം റേഞ്ച്. ഓക്കെ. ഇനി സം റേഞ്ച് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഈ ക്രൈറ്റീരിയ റേഞ്ചിൻ്റെ ടോട്ടലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ. അപ്പോൾ ABCD ആണ് നമ്മൾ ക്രൈറ്റീരിയ കൊടുത്തതെങ്കിൽ അതിൻ്റെ ടോട്ടൽ കിട്ടില്ല. ഓക്കെ. സോ sum if is used for adding numbers satisfying certain conditions. Let's now enter a formula. Is equal to sum if ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ടോട്ടൽ കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉള്ള കോളം ഏതാണോ ആ കോളമാണ് സെലക്ട് ചെയ്യേണ്ടത്. A17 മുതൽ A24 വരെ കോമയിൽ. ഇനി ക്രൈറ്റീരിയ ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കണം. ഇൻവേർട്ടഡ് കോമയിൽ A തൊട്ടേ കോമ. ഓക്കെ. ഇനി കൊടുക്കുന്നത് സം റേഞ്ച്. സം റേഞ്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സ്ക്വയർ കാണിക്കുന്നുണ്ട്, റേഞ്ച് ഇവിടെ സ്ക്വയർ കാണിക്കുന്നുണ്ട്. സെയിം സൈസിലായിരിക്കണം. A17 മുതൽ A24 വരെയാണ് ക്രൈറ്റീരിയ റേഞ്ച് കൊടുത്തത്. അതേപോലെ തന്നെ B17 മുതൽ B24 വരെ ആയിരിക്കണം സം റേഞ്ച്. ഓക്കെ, മാറാൻ പാടില്ല. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നൗ പ്രസ് എൻ്റർ കീ. എയുടെ ടോട്ടൽ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. ഒന്നുകൂടി കൊടുക്കാം. 1000 എബോവ് ഉള്ള നമ്പേഴ്സിൻ്റെ ടോട്ടൽ കാണും. ഈസ് ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റിൽ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്നത് ഏതാണ്? നമ്പർ 1000-ൽ കൂടുതലാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമ്പർ തന്നെയാണ് ക്രൈറ്റീരിയ കൊടുക്കേണ്ടത്. പുട്ടെ കോമ, ക്രൈറ്റീരിയ കൊടുക്കുക. ക്രൈറ്റീരിയ എപ്പോഴും ഇൻവേർട്ടഡ് കോമയിൽ കൊടുക്കണം. ഇൻവേർട്ടഡ് കോമയിൽ ക്രൈറ്റീരിയ. ഗ്രേറ്റർ ദാൻ 1000. ഓക്കെ. നമ്മൾ സം റേഞ്ച് കൊടുക്കാതെ നമുക്ക് നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു സം റേഞ്ച് കൊടുത്തില്ലെങ്കിൽ ക്രൈറ്റീരിയ റേഞ്ചിൻ്റെ ടോട്ടൽ കാണുമെന്ന് പറഞ്ഞു. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. സം റേഞ്ച് കൊടുത്താൽ നമുക്ക് റിസൾട്ട് മാറുകയൊന്നുമില്ല. കോമ ഇടുക. ഓക്കെ, കോമ ഇട്ട് സം റേഞ്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, റിസൾട്ട് മാറിയിട്ടില്ല. സെയിം റിസൾട്ടാണ്. സം റേഞ്ചും ക്രൈറ്റീരിയ റേഞ്ചും സെയിം ആണെങ്കിൽ മാത്രം സം റേഞ്ച് കൊടുക്കാതിരിക്കുക. രണ്ടും വ്യത്യാസമുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ സം റേഞ്ച് കൊടുക്കണം. ഇവിടെ B17 to B24 ആണ് ക്രൈറ്റീരിയ റേഞ്ച്. B17 to B24 തന്നെയാണ് സം റേഞ്ച്. സോ ഇവിടെ നമുക്ക് ഈ സം റേഞ്ച് കൊടുത്തില്ലെങ്കിലും ഫോർമുല വർക്ക് ചെയ്യും. പക്ഷേ വ്യത്യസ്ത റേഞ്ചുകളാണെങ്കിലോ A17 to A24 ആണ് ക്രൈറ്റീരിയ റേഞ്ച്, B17 to B24 ആണ് സം റേഞ്ച്. ഇവിടെ നമ്മൾ സം റേഞ്ച് കൊടുത്തില്ലെങ്കിൽ റിസൾട്ട് വരില്ല. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ സം ഇഫിൻ്റെ സിൻറ്റാക്സ് ഈസ് ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റിൽ റേഞ്ച് കോമ ക്രൈറ്റീരിയ കോമ സം റേഞ്ച്. ഇതാണ് സം ഇഫ് കാണാനുള്ള സിൻറ്റാക്സ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ പഠിക്കേണ്ടത് നമ്പർ റൗണ്ട് ചെയ്യണം. നമ്മൾ സാധാരണ ഭിന്നസംഖ്യ ദശാംശ സ്ഥാനം ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രണ്ട് സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്യാറുണ്ട്.
റൗണ്ട് ചെയ്യാൻ നമ്മൾ ലിബ്രെ ഓഫീസിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റൗണ്ട് എന്നത്. റൗണ്ടിൻ്റെ സിൻടാക്സ് ഇതാണ്: ഈസ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ റൗണ്ട് ചെയ്യേണ്ട നമ്പർ അല്ലെങ്കിൽ ആ നമ്പറിൻ്റെ സെൽ റെഫറൻസ്, കോമ ഇടുക, കൗണ്ട് എന്ന് പറയുന്നത് എത്ര ദശാംശ സ്ഥാനത്തേക്കാണ് അത് റൗണ്ട് ചെയ്യേണ്ടത് എന്നതാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഏതാനും ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. റൗണ്ട് 34.456 to 2 decimal places. ഫോർമുല കൊടുക്കാം: ഈസ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ 34.456 പുട്ട് കോമ ഇട്ടിട്ട് കൗണ്ട് എത്ര സ്ഥാനത്തേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്, 2 decimal place ആണ്. അപ്പോൾ 2 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, 34.46 എന്ന് വന്നു. നെക്സ്റ്റ് റൗണ്ട് കൊടുക്കേണ്ടത് ഒരു ഡെസിമൽ പ്ലേസിലേക്ക്. വീണ്ടും കൊടുക്കുക: ഈസ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ 2345.25437 കോമ ഒരു ദശാംശ സ്ഥാനത്തേക്ക് 1 കൊടുക്കും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഒരു ദശാംശ സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്യും. വളരെ എളുപ്പമാണ്. ഇനി വൺസിലേക്ക് റൗണ്ട് ചെയ്യണം, ദശാംശ സ്ഥാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കി റൗണ്ട് ചെയ്യണമെങ്കിൽ 0 എന്ന് കൊടുക്കണം. കൗണ്ടിൻ്റെ അവിടെ 0 എന്ന് കൊടുക്കണം. ഈസ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ 3456.765 കോമ 0. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി തൊട്ടടുത്ത നിയറസ്റ്റ് 10ലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ -1 എന്ന് കൊടുക്കണം. കൗണ്ടിൻ്റെ അവിടെ -1 കൊടുക്കണം. ഈസ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ 6543.983 കോമ -1. ഓക്കെ, 6540 എന്ന് വന്നു. നിയറസ്റ്റ് 100ലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടതെങ്കിൽ ആ കൗണ്ടിൻ്റെ അവിടെ -2 കൊടുക്കണം. ഈസ് ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ 8765.65 കോമ -2 എന്ന് കൊടുക്കുക, -2. ഓക്കെ, ഇതുപോലെ -1000ലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ -3 എന്ന് കൊടുക്കുക. 10,000ലേക്കാണെങ്കിൽ -4 കൊടുക്കുക. ലൈക്ക് ദാറ്റ് യു ക്യാൻ അപ്ലൈ ദി ഫോർമുല ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഇനി നെക്സ്റ്റ് ഫങ്ഷനാണ് റൗണ്ട് അപ്പ്. നിങ്ങളുടെ മാർക്കൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ 34.5 ആണെങ്കിൽ അത് 36 എന്നാകും. 34.5 35 എന്നാകും അല്ലേ? പക്ഷേ 34.25 ഉള്ളെങ്കിലും 36 കാൽ മാർക്ക് ഉണ്ടെങ്കിലോ അത് 34 എന്നാകും. അപ്പോൾ ഈ ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് എന്താണെങ്കിലും അത് ഹയർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് അപ്പ് ഉപയോഗിക്കുന്നത്. മുകളിലേക്ക് റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് അപ്പ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ് സെയിം ആണ്. ഈസ് ഈക്വൽ ടു റൗണ്ട് അപ്പ് ബ്രാക്കറ്റിൽ നമ്പർ കോമ കൗണ്ട്. ഓക്കെ, ഇവിടെ ചില നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് നമുക്ക് റൗണ്ട് അപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ നമ്പർ ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ നമ്പർ കൊടുത്തതിന് പകരം ഇപ്പോൾ സെൽ റെഫറൻസ് കൊടുക്കാൻ പോവുകയാണ്. ഈസ് ഈക്വൽ ടു റൗണ്ട് അപ്പ് ബ്രാക്കറ്റിൽ 34.451 കോമ 2 2 ദശാംശ സ്ഥാനത്തിലേക്ക് റൗണ്ട് അപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് 34.451 ആയിരുന്നു. ഈ 1 ആണെങ്കിലും അത് ഹയർ വാല്യൂ 5 6 ഓക്കെ, അടുത്തത് ചെയ്ത് നോക്കാം. 34 നമുക്കിത് ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു ദശാംശ സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്യണം. 1 സി 0.3 ആയി, 0.22 ആയിരുന്നു, അത് 3 ആയി മാറി. റൗണ്ട് മുകളിലേക്ക് റൗണ്ട് ചെയ്തു.
ഇത് 0 ദശാംശ സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്താൽ ഈക്വൽ ടു റൗണ്ട് അപ്പ്, സെൽ റെഫറൻസ് 0 ദശാംശ സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്തു. 56 ആയിരുന്നത് 57 ആയി. നെക്സ്റ്റ് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം -1 കൊടുക്കുക. ഓക്കെ, 550 ആയി. 43 ആയിരുന്നു, 43 മാത്രമേ ഉള്ളൂ. അത് ഹയർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്തു. നമ്മൾ സാധാരണ റൗണ്ട് കൊടുത്താൽ അത് 40 വരും. 6540 എന്നാണ് വരിക. നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ കൊടുത്തപ്പോൾ കിട്ടിയ ആൻസർ നോക്കുക, 6540 ആണ്. അപ്പോൾ റൗണ്ട് അപ്പ് കൊടുത്തപ്പോൾ അത് 50 ആയി. ഇവിടെ -2. ഓക്കെ, 8800. ഓക്കെ, റൗണ്ടഡ് അപ്പ് ടു ദ നിയറസ്റ്റ് 100. ഇതുപോലെ മറ്റൊന്നാണ് റൗണ്ട് ഡൗൺ. റൗണ്ട് അപ്പ് മനസ്സിലായി. റൗണ്ട് ഡൗൺ വളരെ എളുപ്പമാണ്. ലോവർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് ഡൗൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോവർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് ഡൗൺ ഉപയോഗിക്കുന്നത്. പേരിൽ മാത്രമേ മാറ്റമുള്ളൂ. സിൻടാക്സിലും ഫോർമുല കൊടുക്കുന്നതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. 1-2 ചെയ്ത് കാണിക്കാം. ഈക്വൽ ടു റൗണ്ട് ഡൗൺ ബ്രാക്കറ്റിൽ നമ്പർ കോമ കൗണ്ട് 2. പ്രസൻറ്റ് 34.45 ദശാംശം. അത് കഴിഞ്ഞ നമ്പർ പരിഗണിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ കോപ്പി ദ ഫോർമുല. ഇവിടെ 1 കൊടുക്കുക. 1. ഓക്കെ, 0.2. ഓക്കെ, rounded down. Here put 0. Round down number comma count 0 കൊടുത്തു. 3456.7 ഉണ്ടായിരുന്നു, അത് ഇഗ്നോർ ചെയ്തു. ഇവിടെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുന്നു. -1. 6540 ആയി. ഇവിടെ 43 അല്ല 49 ആണെങ്കിൽ നോക്കാം. ഇവിടെ നമുക്ക് സപ്പോസ് ഇറ്റ് ഈസ് 49 ആണെന്ന് വിചാരിക്കാം. 49 ആണെങ്കിലും അത് 40ലേക്ക് മാത്രം താഴേക്ക് റൗണ്ട് ചെയ്യുള്ളൂ. റൗണ്ട് ഡൗൺ ആകുമ്പോൾ അത് താഴേക്ക് റൗണ്ട് ചെയ്യുള്ളൂ. 9ഉം എടുത്തു കളഞ്ഞു. ഇറ്റ്സ് 6540. ഓക്കെ, സോ 100ലേക്ക് റൗണ്ട് ചെയ്താൽ ഓക്കെ ഇറ്റ് ഈസ് 8700 ഓൺലി. ഇവിടെ 799 ആണെങ്കിലോ ലുക്ക് ഹിയർ, ഇവിടെ 8799 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 8799. Even then it is 8700. It is rounded down to 8700. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പഠിക്കുക. ഒന്നുകൂടി പറയാം. ഒന്ന് സമ്മ്, സിൻടാക്സ് ഈക്വൽ ടു സം നമ്പർ 1, നമ്പർ 2. രണ്ടാമത്തത് സം ഇഫ്. ഒരു ക്രൈറ്റീരിയ വെച്ച് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ ടോട്ടൽ കാണാനാണ് സം ഇഫ് ഉപയോഗിക്കുന്നത്. സിൻടാക്സ് ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റിൽ റേഞ്ച് ഇൻവേർട്ടഡ് കോമയിൽ ക്രൈറ്റീരിയ സം റേഞ്ച്. നെക്സ്റ്റ് റൗണ്ട് ഫംഗ്ഷൻ. ഒരു നമ്പറിനെ റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, റൗണ്ട് അപ്പ് ഹയർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് അപ്പ്. റൗണ്ട് ഡൗൺ ലോവർ വാല്യൂയിലേക്ക് റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് ഡൗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ് ദി ക്ലാസ്.